സജീവേട്ടാ നമസ്കാരം. നമസ്കാരം. സുധീഷേട്ടാ, സജീവ് കലാഭവൻ. പിന്നെ മനസ്സിലായി, ഒരുപാട് പരിപാടികൾ കണ്ടിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ് ആണ് എല്ലാത്തിനും. അതെ, ഞാന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കലാഭവന്റെ ഒരു പരിപാടി കാണുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ്, ഏതോ ഒരു പാട്ട് വരുന്നു. ആ പാട്ടിൽ ഒരു രജനീകാന്ത് സ്റ്റേജിലോട്ട് കയറി വരികയാണ്. കണ്ണടയൊക്കെ വെച്ച് ഒരു വരവ് സ്റ്റേജിലേക്ക് വന്നിട്ട് ഉത്സവപ്പറമ്പിലിരിക്കുന്നവരെല്ലാം ഞെട്ടിപ്പോയി. ഒറിജിനൽ രജനീകാന്ത് വന്നാൽ എത്ര കൈയടി കിട്ടുമോ അത്തരം കൈയടി കിട്ടിച്ചുകൊണ്ടാണ് സജീവേട്ടൻ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്കിറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ വിധത്തിലും തരത്തിലുമുള്ള കഥാപാത്രങ്ങളെ ആ സ്കിറ്റുകളിലെല്ലാം ഭംഗിയായിട്ട് അവതരിപ്പിക്കുക, നമ്മൾക്ക് അങ്ങനെ കണ്ടുപരിചയമില്ലാത്ത ചില കഥാപാത്രങ്ങളെ മോൾഡ് ചെയ്ത് ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് പണികൾ എടുക്കുന്ന ഒരാളാണ് സജീവൻ ചേട്ടൻ. സജീവേട്ടൻ എത്ര വർഷമായി മേഖലയിൽ? ഞാനിപ്പോ കലാഫീൽഡിൽ 30 വർഷമായി. കലാഫീൽഡിൽ എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ മിമിക്രി തന്നെ ആയിരുന്നു അതോ? കലാഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം തുടങ്ങി മിമിക്രി ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എഴുത്ത് പരിപാടികൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അതുപോലെ പല നാടൻ പാട്ട് കലാരൂപങ്ങൾ, അങ്ങനെ ഒരുപാട്. അതെ, 30 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു മിമിക്രിയുടെ തുടക്കം? മിമിക്രിയുടെ തുടക്കം എന്ന് പറയുന്നത് ഞങ്ങളൊരു 5 പേര് കൂടിയായിരുന്നു. നമ്മുടെ പിഷാരടിക്കാരെയും നമ്മുടെ വിശ്വൻ, എൻ്റെ അളിയൻപുള്ളി, പിന്നെ ഒരു ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു 5 പേര് കൂടി കൊണ്ട് ഞങ്ങൾ പണ്ട് അമ്പലപ്പറമ്പുകളിലും അതുപോലെ ക്ലബ്ബുകളിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചു വരുന്ന സമയത്ത് ആണ് കൊച്ചിൻ കലാഭവനിലേക്ക് വിളി വന്നത്. അങ്ങനെ വിളി വന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അന്ന് ഒരു 41 പേരാണ് അന്ന് ഇൻ്റർവ്യൂ ചെയ്തത്. ആ ഇൻ്റർവ്യൂ ചെയ്ത് അന്ന് KS പ്രസാദേട്ടനും മണിച്ചേട്ടനുമായിരുന്നു. അന്ന് നമ്മുടെ ടിനി ടോം അടക്കം അവിടെ വന്നു. കിട്ടിയത് 3 പേർക്കാണ്, എനിക്കും കോട്ടയത്തുള്ള 2 പേർക്കും. ടിനിച്ചേട്ടൻ ഇപ്പോഴും പറയും കലാഭവനിൽ ഇന്റർവ്യൂവിന് പോയിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ടിനിച്ചേട്ടൻ. അന്ന് കലാഭവനിൽ ഇന്റർവ്യൂവിന് എന്ത് കാണിച്ചിട്ടാണ് അവരെ വീഴ്ത്തിയത്? അല്ല, അന്ന് അവിടെ കോമഡിക്ക് ആളെ വേണ്ട. കാരണം അന്ന് മണിച്ചേട്ടനുണ്ട്, പല ആർട്ടിസ്റ്റുകളും അവിടെ ഉണ്ട്. മ്യൂസിക് ഐറ്റംസിനായിരുന്നു അന്ന് അവിടെ ആളാവശ്യം. നമ്മുടെ വാഴക്കുളം ആന്റണി ചേട്ടൻ അന്ന് മ്യൂസിക്കുകൾ ഒരുപാട് അനുകരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കുകൾ എനിക്ക് വളരെ താല്പര്യം തോന്നി. ഞാൻ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് കലാഭവനിലേക്ക് വരുന്നത്. ഈ മിമിക്സ് ഗാനമേളയ്ക്ക് നമ്മൾ ഈ ഓർക്കസ്ട്ര ഗാനമേളയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ സ്ട്രിങ് സൈഡും റിതം സൈഡും ഉണ്ട്. നമ്മൾ ആർട്ടിസ്റ്റുകളെ ട്രൂപ്പിൽ ബുക്ക് ചെയ്യുമ്പോൾ സ്ട്രിങ് വായിക്കുന്ന ആള്, റിതം വായിക്കുന്ന ആള്, അങ്ങനെ 2 സെക്ഷനിലായിരുന്നു. സജീവേട്ടൻ ഏതിലായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ സ്ട്രിങ് സൈഡായിരുന്നു. ലീഡ് സ്ട്രിങ് സൈഡ് ലീഡ് വായനക്കാരല്ലേ ഗാനമേളയില്? അമ്പലപ്പുഴയുടെ ഒക്കെ ലാസ്റ്റ് സ്ട്രിങ്സ് ഉണ്ടല്ലോ, ഞാനിപ്പോ കറക്റ്റ് ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് വെറുതെ അതൊന്ന് കേട്ടാലോ സജീവ് ചേട്ടാ? നോക്കാം. എത്ര വർഷം മിമിക്സ് ഗാനമേളയ്ക്ക് സ്ട്രിങ് വായിച്ചു? മിമിക്സ് ഗാനമേളയ്ക്ക് ഒരുപാടൊന്നും വായിച്ചിട്ടില്ല, ഒരു 3-4 വർഷം, അതിൽ കൂടുതലായിട്ടില്ല. നടന്മാരെ ആരൊക്കെ അനുകരിക്കും? നടന്മാര് ഞാൻ ആദ്യം അനുകരിച്ചതെന്ന് പറഞ്ഞ കുതിരവട്ടം മൊപ്പ് സാറിന്റെ ആയിരുന്നു. പിന്നെ അന്ന് കാലഘട്ടത്ത് കുറെ തമിഴ് നടന്മാരെ, സെന്തില്, കൗണ്ടമണി, അങ്ങനെ ആ ബേസ് ചെയ്തിട്ട് കുറെ ചെയ്തിട്ടുണ്ട്. പിന്നീട് രജനി സാറിലേക്ക് വന്നു. അങ്ങനെ പിന്നെ MG സോമൻ, അങ്ങനെ വേണ്ട ഒരു 2-3 സജീവട്ട കാണിച്ച വളരെ സന്തോഷമായിരുന്നു. അത് ഞാൻ കാണിക്കാം, കുഴപ്പമില്ല. കേട്ടോ തിരുമേനി, എൻ്റെ അപ്പൻ സായിപ്പിനെ കൊന്നിച്ച് കഴിമരത്ത് കയറുന്ന കാലത്ത് ഈ നിൽക്കുന്ന കുന്നേലവത് കുട്ടിയുടെ അപ്പനും പെമ്പിളയ്ക്കും ബ്രണ്ണൻ സായിപ്പിൻ്റെ ബംഗ്ലാവിലാ പണിയെന്ന് വച്ചാൽ സായിപ്പിനെ കുളിപ്പിക്കണം, പിന്നെ പെടുപ്പിക്കണം, പിന്നെ കിടക്ക കൊടിഞ്ഞു വിരിച്ച് കിടത്തണം. നിന്നെ അല്ലടാ, നിന്റെ അപ്പൻ്റെ അപ്പം കൂട്ടിക്കൊടുത്ത കഥയായി പറയുന്നേ. കള്ള് കച്ചവടത്തിനും അതെ, കർത്താവിൻ്റെ കാര്യത്തിനും അതെ. എനിക്കൊരു മെത്രാച്ചൻ്റെ മെഡല വേണ്ട. ഐ ആം ഔട്ട് സ്പോക്കൻ. വരട്ടേടോ. பழைய சோட்ட பல்லு விழுக்காம பிஞ்சிரு பரதேசினி மனசுக்குள்ள நினைச்சு விரோட சொல்றாரு பாப்பு. இது நீங்க கட்டி போற பெண்ணு கிடையாது, இது நான் கட்டி கூட வச்சுனோட பொண்டாட்டி. ஐயா ராசாது ராசா, அருணாசலா, படையப்பா, தளபதி, மன்னா, கிளம்பிங்க அண்ணா. குதூகலமான குடும்பத்தில் கும்மி அடிச்சுட்டு போயிடாத ஐயா. கிளம்பிங்க ஐயா, கிளம்பிங்க ஐயா. ഞാൻ തമിഴ് സാറെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വേദികളിൽ, ഒരുപാട് സ്റ്റേജ് ഷോയിൽ, സിനിമയിൽ വരും ചെയ്തിട്ടുണ്ട് രജനി സാറിന്. എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. എന്താന്ന് പറഞ്ഞല്ലേ പിഷാരടി, രജനി സാറിന് ഡബ് ചെയ്യാൻ സാധിച്ചു. பாஷா, மாணிக் பாஷா என்ன சொன்ன? கூட்டம் சேர்த்து விடலாம், ஜெயிக்க முடியான்னு சொன்னேன் இல்லை, உண்மைதான். ஆனால் எங்கிட்ட இருக்கிற கூட்டம் நான் சேர்த்த கூட்டம் இல்லை, அன்பால தான் சேர்ந்த கூட்டம். என்ன தனி சாம்ராஜ்யம்.
அன்பு சாம்ராஜ்யம் இதை யாராலையும் அழிக்க முடியாது. பாஷா, நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. பாய். പിന്നെ നമ്മുടെ ഞാനൊരു കോഴിക്കോട്ടുകാരനായതുകൊണ്ട് ചോദിക്കുകയാണ്, പപ്പുവേട്ടനെ അവതരിപ്പിക്കുന്നില്ല പറഞ്ഞേ. പപ്പുവേട്ടനെ കാരണം നല്ല ഘനമായിട്ടുള്ള വോയിസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ നമുക്കൊന്ന് ഇവിടെ ഒന്ന് ചെറിയൊരു പപ്പുവേട്ടൻ്റെ ഒരു സാധനം. അതിന് മുന്നോടിയായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ. ഞാൻ നടന്മാരുടെ ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് ചെയ്യുമായിരുന്നു. മണിച്ചേന്റെ കാസറ്റിലൊക്കെ ഞാനാണ് ആദ്യമായിട്ട് ചെയ്തത്. പിന്നീട് ഒരുപാട് പേര് അത് ചെയ്തിട്ടുണ്ട്. ഈ നടന്മാർക്ക് ട്രെയിൻ ഉണ്ടായാൽ അത് എങ്ങനെ ഓടും, എങ്ങനെ സഞ്ചരിക്കും, എങ്ങനെ പോകും, അതിന്റെ ശബ്ദ വ്യത്യാസം എന്താണെന്ന് പറയുമ്പോൾ പൂവട്ടൻ കയറി വരുന്നുണ്ട്. അതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു സാധനമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അല്ല, എന്റെ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാന്തരം ട്രെയിനാണ്, പുഷ്പു ട്രെയിനാണ്. മുമ്പിൽ നിന്ന് വലിക്കും, പുറകെ നിന്ന് തട്ടും, നടുക്ക് വെച്ച് പൊട്ടിപ്പോവും. അതാണ് പുഷ്പു ട്രെയിൻ. അല്ല 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 അല്ല, അത് പറഞ്ഞ പോലെ കള്ളി ഇരിക്കണ്ട. രക്ഷാട്ടിയാൻ പറ്റും. കല്ല 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 കല്ല. എല്ലമ്മോ താങ്ക് യു.